ഞാൻ മാത്രം പ്രസവിക്കണില്ല, ബാക്കി എല്ലാവരും പ്രസവിക്കണുണ്ട്, എനിക്കും പ്രസവിക്കണം. ചേട്ടൻ ഉടനെ ഡോക്ടറിനോട് പറയണേ അവൾക്ക് ആൺകുഞ്ഞിനെ വേണമെന്നാണ് ഡോക്ടർ ആഗ്രഹം, എനിക്ക് പെൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം. ആ സമയത്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എന്റെ ബോധം പോയിരിക്കുകയായിരുന്നു കേസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറയുന്നത്, അൻസയുടെ ഉമ്മ വന്നിട്ടുണ്ട് കാണാൻ. ഇല്ല കൊച്ചേ, ഞങ്ങളൊക്കെ എത്ര പെറ്റതാണ്, ഇതാ പോലീസിനെ വിളിക്കണോ. ബിരിയാണി തിന്നാൻ കൊതി തുടങ്ങി കേസ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വെറുപ്പാകും. സത്യമുള്ള കാര്യമാണ് കേട്ടോ അത്. എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പി ഉമ്മയൊന്നും ആ സമയത്ത് ഒട്ടും തന്നെ മിണ്ടത്തില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞപ്പന്റെ ഡെലിവറി സ്റ്റോറിയാണ്. കുറച്ച് ആളുമ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, ചേച്ചി കുഞ്ഞപ്പന്റെ ഡെലിവറി സ്റ്റോറി പറയുമോ, എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമെന്ന്. പക്ഷെ അപ്പൊ എനിക്കത് പറയാനൊരു മൂഡില്ല, കാരണം കുറെ ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളൊരു സ്റ്റോറിയാണ് ഗൈസ്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള സ്റ്റോറി ആയിരിക്കും. അപ്പൊ ഇന്ന് എന്താണെങ്കിലും കറക്റ്റ് സമയമാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് എന്താണെങ്കിലും പറഞ്ഞേക്കാം. കുഞ്ഞപ്പാ, അമ്മ പറയാൻ തുടങ്ങട്ടെ കുഞ്ഞപ്പന്റെ സ്റ്റോറി. എന്നാ പൊന്നു സൈക്കിളോട്ടി കളിച്ചു. അപ്പൊ ഞാൻ ഇൻട്രോ പറയാനൊന്നും വരുമോന്ന് ചോദിച്ചിട്ട് അവൻ വന്നതാണ് കേട്ടോ. അപ്പൊ അവൻ ഇവിടെ നമ്മൾ ടെറസിന്റെ മുകളിൽ സൈക്കിളോട്ടി കളിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇനി കൂടുതൽ വെച്ച് ദീർഘിപ്പിക്കുന്നില്ല, കഥ പറഞ്ഞു തരാം ഞാൻ ഗൈസ്. അപ്പൊ കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഞങ്ങളുടെ കല്യാണം മുതൽ തുടങ്ങണം. അതിനു മുമ്പുള്ള എന്താടാ എന്താടാ ലവ് സ്റ്റോറി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല കേട്ടോ. അത് എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ തോന്നുവാണെങ്കിൽ ഞാൻ പറയാം. കാരണം ലവ് സ്റ്റോറിയിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഗൈസ്. അതാണ് എനിക്ക് പറയാനൊരു മടി. എന്താണ് കുഞ്ഞു? അല്ല, നേരത്തെ വിളിച്ചപ്പോൾ നിനക്ക് വരാൻ പറ്റുന്ന മടിയായിരുന്നല്ല, ഇപ്പൊ പിന്നെ വന്നിരിക്കണ എന്താ ഗൈസ്? ഞാൻ കുറെ കാല് പിടിച്ച് വിളിച്ചിട്ടാണ് അവൻ ആദ്യം ഇൻട്രോ പറയാൻ വന്നത്. ഇപ്പതേ വന്നിരിക്കുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിവാഹം. നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. രണ്ട് വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു. സെക്കൻഡ് ഇയർ പകുതി കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അപ്പോൾ സെക്കൻഡ് ഇയറും കഴിഞ്ഞു, തേർഡ് ഇയറും കഴിഞ്ഞു. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ടാണ് കുഞ്ഞപ്പനെ ഗർഭിണിയാവുന്നത്. അപ്പോൾ ഗർഭിണിയാണോ എന്നൊരു സംശയം നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അന്ന് തന്നെ നമ്മൾ മറ്റേ ഡിറ്റക്ഷൻ കിറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു. അന്ന് രാത്രി, പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനേക്കാണ് ഈ ഡിറ്റക്ഷൻ കിറ്റൊക്കെ വെച്ച് നോക്കേണ്ടത്. പക്ഷേ ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് രാത്രി തന്നെ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം തന്നെ നോക്കി പോസിറ്റീവാണെന്ന് മനസ്സിലായി. അപ്പം തന്നെ അമ്മേനോട് വന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, ആണോ അല്ലേ? കാരണം BEdന് പോകാൻ വേണ്ടി ഇതൊക്കെ പാസ്സായിട്ട് BEdന് പോകാന്നുള്ളൊരു ഫോമൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് അതിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഈ കാര്യം കേട്ടപ്പോൾ അമ്മയ്ക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആണോ? ഞാൻ പറഞ്ഞു, ഇതിൽ 2 ലൈൻ, ആ ഡിറ്റക്ഷൻ കിറ്റ് നോക്കുന്നവർക്ക് അറിയാമല്ലേ, 2 ലൈൻ ഇങ്ങനെ തെളിഞ്ഞു വരും. ഒരു ലൈൻ ഉള്ളെങ്കിൽ നെഗറ്റീവാണ്, പ്രഗ്നന്റ് അല്ല എന്നാണ് അർത്ഥം. 2 ലൈൻ തെളിഞ്ഞു വന്നാൽ പ്രഗ്നന്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നമ്മൾ യൂറിന്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ച് നോക്കി 2 ലൈൻ വന്നു. അപ്പൊ എനിക്കും ചേട്ടനും ഏകദേശം ഒക്കെ ഉറപ്പായിരുന്നു കേട്ടോ. അപ്പൊ അമ്മേനോടൊക്കെ പറഞ്ഞു, പിന്നെ എല്ലാവരോടും ഒക്കെ അങ്ങനെ പറഞ്ഞു ഗൈസ്. ആദ്യമായിട്ട് അച്ഛനും അമ്മയും ആവാൻ പോവല്ലേ, അതിന്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പി ഉമ്മയൊന്നും ആ സമയത്ത് ഒട്ടും തന്നെ മിണ്ടത്തില്ലായിരുന്നു കേട്ടോ. കുഞ്ഞപ്പനൊക്കെ ഉണ്ടായി, അത് ഞാൻ പറയാം. എപ്പോഴാണ് മിണ്ടാൻ തുടങ്ങിയത്, എപ്പോഴാണ് എന്നെ വിളിച്ചത്, സംസാരിച്ചതെന്നൊക്കെ ഞാൻ പറയാം. ആ സമയത്തൊന്നും ഒട്ടും മിണ്ടത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇതൊന്നും അറിയിക്കണമല്ലോ, അങ്ങനെ ഞാൻ അറിയിച്ചു. കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കുഞ്ഞപ്പൻ്റെ ഡെലിവറി സ്റ്റോറി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ ഞാൻ അറിയിച്ചായിരുന്നു, ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ആ ഒരു 9 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒന്നും പറയണ്ട കേസ്. ഗർഭിണിയായിട്ട് ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും മെസ്സേജ് അയക്കും, എടി എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ, നിനക്ക് എന്ത് കഴിക്കാനാ തോന്നുന്നത്. അതുപോലെ ഇപ്പോൾ ചേട്ടൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും ചിറ്റമാരും എല്ലാവരും ചോദിക്കും, നിനക്ക് അനു, എന്നെ അനു എന്നാണ് കേട്ടോ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. അൻസ എന്നുള്ള എൻ്റെ പേര് ഷോർട്ടാക്കി അവർ അനു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അനു, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, നിനക്ക് എന്താ കഴിക്കാൻ ആഗ്രഹം ചോദിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല കേസ്. എനിക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം തിന്നാൻ ആഗ്രഹമില്ല. ഞാൻ എല്ലാ സാധനങ്ങളും കഴിക്കും, വീട്ടിലുള്ള എല്ലാം കഴിക്കും. അല്ലാണ്ട് എനിക്ക് അങ്ങനെ കൊതി വരുന്നില്ല. ഈ ഗർഭിണികൾക്ക് അത് കഴിക്കാൻ കൊതിയായിരിക്കും, ഇത് കഴിക്കാൻ കൊതിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് മനസ്സിൽ ആലോചിക്കുമായിരിക്കും, ഈ സിനിമയിലും സീരിയലൊക്കെ ഗർഭിണി ആകുമ്പോൾ തന്നെ പച്ചമാങ്ങ കൊണ്ടുവരുന്നു, പച്ചമാങ്ങ തിന്നുന്നു, പുളിയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഉപ്പും കൂട്ടി തിന്നുന്നു, ഇതൊക്കെ വെറുതെ ആയിരിക്കുമല്ലേ. അപ്പം കാരണം എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ വെറുതെ സിനിമയിലും സീരിയലൊക്കെ പറയുന്നതായിരിക്കുമല്ലേ എന്നാണ് എൻ്റെ വിചാരം. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു 3 മാസമൊക്കെ അങ്ങോട്ടാകാൻ തുടങ്ങിയപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദിൽ തുടങ്ങി ഗൈസ്. അപ്പോൾ എനിക്ക് ഛർദിലൊന്നും ഇല്ല, ഇല്ലെന്ന് പറഞ്ഞ് നടക്കായിരുന്നു ഞാൻ. പക്ഷെ 3 മാസം തുടങ്ങിയപ്പോൾ ഛർദിൽ തുടങ്ങി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വെറുപ്പാകും. സത്യമുള്ള കാര്യമാണ് കേട്ടോ അത്.
ഈ മീൻകറിയൊക്കെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു പ്രാവശ്യം കുഞ്ഞമ്മക്ക് ഒഴിവാ കറിയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് ഞാൻ ആർത്തിയോടെ തിന്നതാണ്. അതുപോലെ തന്നെ ഛർദ്ദിച്ച് കളഞ്ഞില്ല, തിന്നാൻ പറ്റുന്നില്ല. മുട്ടക്കറി തിന്നാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒന്നും മണം പിടിക്കുന്നില്ല. അടുക്കള ഫ്രിഡ്ജ് തുറക്കുമ്പോഴുള്ള മണമില്ലേ, അത് അത്ര നാൾ ഫ്രിഡ്ജിന് അങ്ങനെ ഒരു മണം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഫ്രിഡ്ജിന് എന്താ നല്ലതല്ലേ, നമ്മളെപ്പോഴും തുടയ്ക്കുന്നതല്ലേ. പക്ഷേ എത്ര തുടച്ച് വൃത്തിയാക്കി ഇട്ടാലും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു മണം എനിക്ക് പിന്നെ പിടിക്കാണ്ടായി. അങ്ങനെ കുറേ മണമൊക്കെ നമുക്ക് അങ്ങനെ ആയി. അങ്ങനെ അപ്പോൾ ഈ പച്ചമാങ്ങയൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഞാനാണ് ഈ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പച്ചമാങ്ങാനോട് ഭയങ്കര ഇഷ്ടം തോന്നി. സത്യമാണ് ഗൈസ്, അത് ഈ പുളി സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങും. എനിക്ക് അങ്ങനെ ആയി കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ തിന്നുമായിരുന്നു. അങ്ങനെ പിന്നെ 3-ാം മാസം പോയി 4-ാം മാസം പോയി എങ്ങോട്ടും പോകത്തില്ല, വീട്ടിൽ തന്നെയാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോകും, ചെക്കപ്പ് ചെയ്യും, തിരിച്ചു വരും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. 5-ാം മാസം 6-ാം മാസം അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട്, അവർ എന്നെ കാണാൻ വരാൻ തുടങ്ങി. വരുന്നത് 2 പേര് 3 പേര് ഇങ്ങനെ കൂട്ടം കൂടി വരും. അപ്പോൾ അവരെനിക്ക് എപ്പോഴും വരുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ എല്ലാവരും എനിക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഉമ്മയും വാപ്പിനെയും കാണാൻ പറ്റുന്നില്ല, അവർ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു സങ്കടം, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ഒറ്റയ്ക്കാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോ മാസം കടന്നു പോകാൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാറില്ല. നമുക്ക് കാറ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1-2 വർഷം എന്തോ ആയുള്ളൂ. ആ സമയത്ത് നമുക്ക് കാറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ചേട്ടനുമായിട്ട് ബസ്സിൽ കയറി പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 5 മാസം 6 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ബിരിയാണി തിന്നാൻ കൊതി തുടങ്ങി ഗൈസ്. അത്ര നാൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ വലിയ കൊതിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. രാവിലെയും വൈകുന്നേരവും പുട്ടും പഴവും കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വയറ് നിറച്ച് പുട്ടും പഴവും തിന്നും ഗൈസ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഡോക്ടറിനെ കാണാൻ പോകാൻ തുടങ്ങി. അവിടെ ഒരു കടയുണ്ട് ഈ ഇടപ്പള്ളിയിൽ. അവിടെ നിന്ന് എനിക്ക് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയും, അതായത് ബിരിയാണി അവിടെ തീർന്നു പോയിട്ടാണെന്ന് തോന്നുന്നു, നെയ്ച്ചോറും ബീഫ് കറിയും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ എല്ലാ മാസവും നമുക്ക് ചെക്കപ്പിന് പോകണമല്ലോ. ഞാൻ ചെക്കപ്പിന് പോകണം തന്നെ ഈ ബിരിയാണി കഴിക്കാനാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി ബിരിയാണിനോട്. അതായത് ഈ 3-ാം മാസം തൊട്ട് ഒരു 5 മാസം വരെ ഛർദിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 5 മാസം കഴിഞ്ഞ് പിന്നെ മീനും കൂട്ടാം, മുട്ടയും കൂട്ടാം, എല്ലാം കൂട്ടാൻ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ജനുവരി ആയപ്പോഴൊരു 8 മാസമൊക്കെ ആയി കേട്ടോ. അപ്പോൾ 8 മാസമൊക്കെ ആയപ്പോൾ നല്ല വയറൊക്കെ വെച്ചു. അപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇനി അടുത്ത ചെക്കപ്പ് ആശുപത്രി വെച്ചാണ്, ചിലപ്പോൾ അന്ന് അഡ്മിറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്, 2 ഡ്രസ്സ് കൂടെ കരുതിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. അത്രയും നാൾ നല്ല ആടിപ്പാടി എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. പക്ഷെ പെട്ടെന്ന് അഡ്മിറ്റിൻ്റെ ഒക്കെ കാര്യം ഡോക്ടർ പറയാൻ തുടങ്ങിയപ്പോൾ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. അത്രയും നാൾ നമ്മൾ കുട്ടിക്കളി കളിച്ച് നടന്ന പോലെ അല്ലല്ലോ. അയ്യോ പ്രസവവേദന എങ്ങനെയായിരിക്കും ദൈവമേ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ വരാൻ തുടങ്ങി. ഞാൻ ഈ കുഞ്ഞപ്പനെ ഗർഭിണിയായിരിക്കുന്ന ആ 9 മാസം പുറത്തുനിന്ന് ആകെ കഴിച്ചിട്ടുള്ളത് ഈ ബിരിയാണിയാണ്. അല്ലാണ്ട് ഒരു സാധനം ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. അതായത് ഞാൻ മൈദയൊന്നും കഴിക്കത്തില്ലായിരുന്നു. മൈദ, പഴംപൊരി, പപ്സ്, അങ്ങനത്തെ സാധനം, അതൊക്കെ മൈദ മുക്കി പൊരിച്ചുണ്ടാക്കുന്ന സാധനങ്ങളല്ല, അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കാരണം മൈദ വെച്ചുള്ള എന്തെങ്കിലും സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പ് ഇടും. ഈ മൈദയിലാണെങ്കിൽ പ്രോട്ടീൻസോ വൈറ്റമിൻസോ ഒരു ഗുണവും ഇല്ലാത്തൊരു സാധനമല്ലേ. അപ്പോൾ അത് കഴിച്ചാൽ നമുക്ക് വിശപ്പ് ഇടും, പിന്നെ നമുക്ക് ഗുണമുള്ള സാധനമൊന്നും കഴിക്കാനും തോന്നൂല. അതുകൊണ്ട് ഞാൻ അതൊന്നും കഴിക്കില്ല. ഒരു സ്പ്രിൻറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ കടയിൽ നിന്ന് കിട്ടുന്ന, അതുപോലെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് കുടിക്കൂല. ഗുണമുള്ള സാധനം പയറ്, ഭയങ്കരമായിട്ട് ഞാൻ പയറ് കഴിക്കുമായിരുന്നു കേട്ടോ. പയറായിരുന്നു മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഗുണമുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളായിരുന്നു. പുറത്തുനിന്ന് ഒന്നും ഞാൻ വാങ്ങിച്ച് കഴിക്കില്ലായിരുന്നു. ഒരു മിഠായി തിന്നാൽ പോലും എനിക്ക് ടെൻഷനാണ്. അയ്യോ ഈ മിഠായിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഇന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവും, അത് കഴിച്ചാൽ കൊച്ചിന് എന്ന് വെച്ചാൽ നമ്മളെ അമ്മമാർ കഴിക്കുന്ന ആഹാരത്തിലുള്ള എല്ലാ സത്തുക്കളും അല്ലേ കുഞ്ഞിന് കിട്ടുന്നത്, എല്ലാ ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിലൊക്കെ കെമിക്കൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബുദ്ധിയെയും കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ ഇതാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇതൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാമായിരിക്കും അല്ലേ, ആദ്യമായിട്ട് ഗർഭിണി ആകുമ്പോൾ അച്ചായിമാരുടെ ഒരു സ്പെഷ്യൽ കെയർ, അനങ്ങരുത്, നിൽക്കരുത്, ഇരിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ബി.എഡ് പഠിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നെന്ന്. അപ്പോഴും ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല, വേണ്ട ചേട്ടൻ ഈ വയറൊക്കെ ആയിട്ട് ബസ്സിൽ തൂങ്ങി ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമൊക്കെ ചിന്തിക്കാൻ കൂടി വയ്യ. അപ്പോൾ ചേട്ടൻ ജുവലറിയിൽ സ്റ്റാഫാണ്, കുഞ്ഞപ്പൻ്റെ അച്ഛൻ ജുവലറിയിൽ പോയിക്കൊണ്ടിരിക്കുക, അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാണേ. ചേട്ടനാണെങ്കിൽ സമ്മതിക്കില്ല, വേണ്ട ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്തെങ്കിലും. ചേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും ഭയങ്കര അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇപ്പം നീ ഇരിക്കേ കിടക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ്. ഇപ്പം എന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഞാനാണെങ്കിൽ എല്ലാവരും പറയുന്നത് കേൾക്കാം, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ സാധനമൊന്നും നമ്മൾ ഉടുപ്പാണെങ്കിൽ സോപ്പ് പൗഡർ സാധനങ്ങളൊന്നും റെഡിയാക്കി വെക്കാൻ പാടില്ലെന്ന്. അത് പഴയ ആൾക്കാർ പണ്ടുള്ളവരാണ് അങ്ങനെ പറയുന്നത്. കാരണം പണ്ടൊക്കെ ഒരുപാട് ഇതെന്താ പറയുക, കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ ഭയങ്കര കൂടുതലായിരുന്നല്ലോ. കാരണം പണ്ടത്തെ കാലത്ത് ആശുപത്രിയോ പെട്ടെന്നൊരു വേദന വന്നാൽ പണ്ടൊക്കെ വയറ്റാട്ടികളും കാര്യങ്ങളും അല്ലേ, നമ്മുടെ ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലും ഫെസിലിറ്റീസും പോലും ഒന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് അമ്മമാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും മരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട് കേട്ടോ.
അപ്പൊ ഇപ്പോഴൊക്കെ വളരെ കുറവല്ലേ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് ഒന്നും നേരത്തെ എടുത്ത് വെക്കരുത്, എന്തെങ്കിലും കുഞ്ഞിന് പറ്റിപ്പോയാൽ പിന്നെ നമ്മൾ ആ സാധനമൊക്കെ ഓർത്ത് കരയുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ കാലഘട്ടം മാറി, എല്ലാവരും ഗർഭിണി ആകുമ്പോൾ തൊട്ടേ എന്താ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ നെഗറ്റീവായിട്ട് കുഞ്ഞിന് അങ്ങനെ പറ്റും, അമ്മയ്ക്ക് ഇങ്ങനെ പറ്റും, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ടെൻഷൻ. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പൊ ഞാനൊരു 7 മാസം വരെ ഞാനൊന്നും ചെയ്യൊന്നുമില്ലായിരുന്നു. 7 മാസം കഴിഞ്ഞ് മറ്റേ വെള്ളത്തുണിയും മുണ്ടും കാര്യങ്ങളും ഒക്കെ വേണം ഈ പ്രസവത്തിന് നമ്മൾ പോകുമ്പോൾ. അതുപോലെ ഈ കുഞ്ഞു മുണ്ടില്ലേ, കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ ഉടുപ്പിച്ച് കൊടുക്കൂലേ പ്രസവിച്ച് കുഞ്ഞിനെ കിട്ടുമ്പോൾ ആ മുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ, അപ്പൊ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ മുണ്ടെല്ലാം എടുത്തിട്ട് കഴുകി ഉണക്കി, ഇത് കീറിയൊക്കെ വെച്ച് അതെല്ലാം കഴുകി ഉണക്കി ഇങ്ങനെ അടുക്കിയൊക്കെ വെക്കും. പിന്നെ എന്തെന്നാ കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം, ചില സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് വെക്കും. അതായത് ഇവിടെ അമ്മയാണെങ്കിലും ഇവിടെ ആരും, കുഞ്ഞമ്മയാണെങ്കിലും ആരും ഒന്നും അറിയാണ്ടാണ് ഞാനെല്ലാം ഓർഡർ ചെയ്ത് വെക്കുന്നത്. കാരണം എന്തെങ്കിലും ഇവർ കണ്ടു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞമ്മയൊക്കെ അയ്യോ കൊച്ചേ എന്തിനാ ഇത് മേടിച്ചത്, അവരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നല്ലേ. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ റാണിയമ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, റാണിയമ്മ കുഞ്ഞപ്പൻ ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ റാണിയമ്മ മരിച്ചുപോയി. അപ്പൊ റാണിയമ്മ ആ സമയത്ത് എന്നെ ഭയങ്കര കോൺഫിഡൻസ് തരുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, റാണിയമ്മ ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര വേദനയാണോ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ റാണിയമ്മ പറയും ഇത് കണ്ണടച്ച് ഉറക്കുമ്പോഴുള്ള കാര്യമുള്ളൂ, നിസ്സാര കാര്യമുള്ളൂ, ഇതൊന്നും ഒരു ഇതുമില്ല ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ പെൺപിള്ളേർക്കൊരു ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ പെൺപിള്ളേർ എന്തുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ ഞാൻ ആ സമയത്ത് ഈ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഈ പ്രസവം എങ്ങനെയാണ് ഇതാണെന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. ആ സമയത്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എന്റെ ബോധം പോയിരിക്കുകയായിരുന്നു കേസ്. പക്ഷെ എന്നാലും ഞാനിത് പറയുമ്പോൾ ഇല്ല കൊച്ചേ ഞങ്ങളൊക്കെ എത്ര പെറ്റതാണ്, ഇച്ചിരി വേദനയുള്ള ഇതൊക്കെ നമ്മൾ പീരീഡ്സ് ആവൂലേ, പെൺകുട്ടികൾക്ക് അറിയാൻ പറ്റും നമ്മൾ മാസം പീരീഡ്സ് ആവുമല്ലോ, ആ ഒരു വേദനയില്ലേ, ആ ഒരു വേദന ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചേടാ. നമ്മൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്കാൻ ചെയ്യും, അത് കഴിഞ്ഞ് 3-ാം മാസത്തെ ഒരു സ്കാനിങ് ഉണ്ട്, പിന്നെ ഒരു 5-ാം മാസത്തിലൊക്കെ സ്കാനിങ് ഉണ്ട്, പിന്നെ 7 ആകുമ്പോൾ സ്കാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. 7 ആയപ്പോൾ സ്കാനിങ് ഉണ്ടായിരുന്നേ. ഇപ്പം ഈ 5-ാം മാസത്തെ സ്കാനിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ സ്കാനിങ് ആണ്. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ ഡോക്ടർക്ക് മനസ്സിലാകും. കുറേ അവയവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അപ്പം നമ്മൾ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഒരു വലിയ കോമഡി ഉണ്ടായി കേസ്. അതായത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് മനസ്സിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് ഡോക്ടേഴ്സിനോട് ചോദിക്കാൻ പാടില്ല. കാരണം ഒരുപാട് പേര് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പണ്ട് കൊന്നുകളയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൺകുഞ്ഞാ പെൺകുഞ്ഞാന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ല. അതെല്ലാ ആശുപത്രിയിലും ഈ സ്കാൻ സെന്റേഴ്സിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. വിദേശത്തൊന്നും അതിന് കുഴപ്പമില്ല. വിദേശത്തൊക്കെ അവർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞപ്പൻ്റെ ഹാർട്ട് ബീറ്റ് ഡോക്ടർ എന്നെ കേൾപ്പിച്ചു തന്നു. ആദ്യമായിട്ടാണ് ഈ ഹാർട്ട് ബീറ്റ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ചേട്ടൻ പുറത്ത് നിൽക്കുമായിരുന്നു, ഞാൻ മാത്രമേ അകത്ത് സ്കാനിങ് റൂമിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഹാർട്ട് ബീറ്റ് കേട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടനൊന്നും പിന്നെ സത്യമാണോ എന്നൊക്കെ ചേട്ടന് ഭയങ്കര സന്തോഷം, പക്ഷെ ഭയങ്കര സങ്കടം. അയ്യോ ഞാൻ കേട്ടില്ലല്ലോ, ചേട്ടന് കേൾക്കാൻ പറ്റില്ല, ഡോക്ടർ എന്നെ മാത്രമല്ലേ കേൾപ്പിച്ചു തന്നുള്ളൂ. അപ്പോൾ എനിക്കും വീട്ടിൽ വന്നിട്ട് ഭയങ്കര സങ്കടം, അയ്യോ ചേട്ടനൊന്നും കേട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് 5-ാം മാസത്തെ സ്കാനിങ്ങിന് പോണതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നേ, ചേട്ടന് എന്താണെങ്കിലും സ്കാനിങ് റൂമിൽ കയറ്റണം, ചേട്ടൻ എന്താണെങ്കിലും ഇത് കേൾപ്പിച്ച് കൊടുക്കണമെന്ന്. ചേട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിരിക്കുക. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ സ്കാൻ ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഹസ്ബൻഡിനെ ഒന്ന് കേൾപ്പിച്ച് കൊടുക്കണം, ഹാർട്ട് ബീറ്റ് 3-ാം മാസത്തിൽ കേൾപ്പിച്ചിട്ട് ചേട്ടന് കേൾക്കാൻ പറ്റിയില്ല, ഒന്ന് കേൾപ്പിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അതിനെന്താ കേൾപ്പിച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടനും കൂടി റൂമിൽ കയറ്റി കേട്ടോ. എന്നിട്ട് ചേട്ടനെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു കൊടുത്തു. ചേട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ വയറിൽ നോക്കുകയാണ് ഡോക്ടർ. അപ്പം സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കാണെങ്കിൽ ചോദിച്ചാൽ ആണാണോ പെണ്ണാണോ എന്നൊന്നും ഞാൻ ഒരിക്കലും ചോദിക്കില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന് നമുക്കറിയാം. അപ്പം ഈ 5-ാം മാസത്തിൽ ഇങ്ങനെ അവയവങ്ങളൊക്കെ വരും, ഇങ്ങനെ അറിയാൻ പറ്റും എന്നെനിക്കറിയാം. അപ്പം ഞാൻ ഡോക്ടറിനോട് പതുക്കെ ചോദിച്ചു, ഡോക്ടറെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ പെട്ടെന്ന് ഡോക്ടർ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് ആണാണോ പെണ്ണാണോ എന്നോ? ഞാൻ പറയല്ല ഡോക്ടറെ ആണാണോ പെണ്ണാണോ എന്നല്ല, ഡോക്ടർക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ, പക്ഷെ നമുക്കിത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നെ ഇത് കണ്ണ്, ഇത് മൂക്ക്, എല്ലാ വിരലുകളും ഉണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, തലയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉടനെ ഡോക്ടർ അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ, ഇതാ പോലീസിനെ വിളിക്കണോ, പോലീസിന് അങ്ങനെ എന്തൊക്കെയോ ഡോക്ടർ എന്നെ തമാശയ്ക്ക് അങ്ങനെ എന്തോ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അയ്യോ ഡോക്ടർ എനിക്ക് ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയണ്ട, എനിക്ക് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ. ഈ ഡോക്ടർ ഒന്നെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നതേ.
ഞാൻ ആരോടും പറയില്ല ഡോക്ടർ, എന്നോടൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലുണ്ട്. പക്ഷെ ഡോക്ടറിനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡോക്ടർക്ക് എന്റെ ഈ ഒരു സങ്കടാവസ്ഥയും എന്റെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട്, അല്ല തനിക്ക് ആരെ വേണമെന്ന് ആക്കം, തനിക്ക് ആൺകുഞ്ഞിനെ വേണമെന്നാണ് ആ പെൺകുഞ്ഞിനെ വേണമെന്നോ? അപ്പൊ ഞാൻ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, ആരാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെങ്കിൽ ഞാൻ പറഞ്ഞേ. അപ്പോൾ ഉടനെ ചേട്ടൻ, അത്രയും നാള് ചേട്ടനൊന്നും പറയാത്ത ആള്, ചേട്ടൻ ഉടനെ ഡോക്ടറിനോട് പറയണേ അവൾക്ക് ആൺകുഞ്ഞിനെ വേണമെന്നാ ഡോക്ടർ ആഗ്രഹം, എനിക്ക് പെൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം. ചേട്ടൻ ഇതുവരെ നമ്മൾ സ്കാൻ 5-ാം മാസം വരെ ഒന്നും ചേട്ടൻ പെൺകുഞ്ഞിനെ വേണമെന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. ആരായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഡോക്ടർ അങ്ങനെ ചോദിച്ചപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞു എനിക്ക് പെൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം, അവൾക്ക് ആൺകുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം, അവൾ സ്വപ്നം കണ്ട് ഡോക്ടറെന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കും ആ ഡോക്ടറിനോട്. സത്യമാണ് ഗൈസ്, അതിൻ്റെ ഈ സ്കാനിങ്ങിന് പോണതിൻ്റെ തലേ ദിവസം കുറച്ച് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കണ്ടു ഇങ്ങനെ ആൺകുഞ്ഞാണെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ റാണിയമ്മേനോടൊക്കെ പറഞ്ഞു, ചേട്ടനോടും എല്ലാവരോടും ഇവിടെ പറഞ്ഞു കേട്ടോ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു ആൺകുഞ്ഞാണെന്നൊക്കെ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമായിരിക്കും നമുക്ക് അങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടത്. അപ്പം ഞാൻ ഡോക്ടറിനോടും പറഞ്ഞു ആ ശരിയാണ് സ്വപ്നം കണ്ടു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു താൻ സ്വപ്നം കണ്ടൊക്കെ നടക്കാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറേ വർഷങ്ങളായി സത്യത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ട്, ഞാൻ കിടക്കും അപ്പം തന്നെ ഉറങ്ങിപ്പോവും, രാവിലെ എണീക്കും, അല്ലാണ്ട് ഞാൻ സ്വപ്നമൊന്നും കാണാറില്ല ഡോക്ടറെ, ഇതിപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ ഭയങ്കര ചിരി. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ആ സ്വപ്നമൊക്കെ സത്യമാകട്ടെ, തൻ്റെ ആഗ്രഹം പോലൊക്കെ തന്നെ നടക്കട്ടെ, അങ്ങനെ പറഞ്ഞു ഡോക്ടർ. അത് കേട്ട് വീട്ടിൽ വന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ചേട്ടന് ഒരു സൗകര്യവും ഞാൻ കൊടുക്കുന്നില്ല. എന്തായിരിക്കും ഡോക്ടർ ഉദ്ദേശിച്ചത്, എൻ്റെ സ്വപ്നമൊക്കെ സഫലമാകട്ടെ, തൻ്റെ ആഗ്രഹം പോലെയൊക്കെ തന്നെ നടക്കട്ടെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അതെന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഇവിടെ വന്ന് ഞാനാണെങ്കിൽ ഇവനെ പ്രസവിക്കുന്നവരെ എനിക്ക് ടെൻഷനാണ്, ഡോക്ടർ എന്തായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് ഇതുപോലെ 8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ജനുവരി 17-ാം തീയതി അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അയ്യോ അത് കേട്ടപ്പോൾ ടെൻഷനായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഡ്രസ്സ് കയ്യിലെടുത്തോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അഡ്മിറ്റ് പറയും. അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ എത്തി, അച്ഛനമ്മയോടും കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരാണെങ്കിൽ നല്ല ടെൻഷനിലിരിക്കുകയാണേ. അമ്മയാണെങ്കിൽ സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് അടുത്ത ചെക്കപ്പ് പറഞ്ഞിരിക്കുന്ന ആ 17-ാം തീയതി സ്കൂളിൽ ആനിവേഴ്സറി ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ടീച്ചർമാർ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ സാധനവും നേരത്തെ എടുത്തു വെച്ചത് എന്തൊരു ഭാഗ്യമായെന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കിറ്റ് എടുത്ത് അമ്മേനെ കാണിച്ചു, അമ്മ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 17-ാം തീയതി ആയി, ഓട്ടോ ചേട്ടനെ വിളിച്ചു, ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് 2 ഡ്രസ്സ് എടുത്താൽ മതിയോ അതോ ഈ കിറ്റിൽ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം എടുക്കണമെന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എന്താണെങ്കിലും നിങ്ങൾ ഓട്ടോയ്ക്കല്ലേ പോണത്, അഡ്മിറ്റ് പറയുവാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ടതാണ്, ഇപ്പം അഡ്മിറ്റ് പറഞ്ഞില്ലെങ്കിൽ കൈ പിടിച്ചോണ്ട് നടക്കണ്ടല്ലോ, സാധനം ഓട്ടോയ്ക്ക് തന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വരാമല്ലോ, ഇത് എന്താണെങ്കിലും വെച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കിറ്റെല്ലാം എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് അഡ്മിറ്റ് ആണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അയ്യോ ഡോക്ടറെ അഡ്മിറ്റ് പറഞ്ഞോ, എന്താ അഡ്മിറ്റ് ആക്കണ്ടേ, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല? ആ ഉണ്ട് ഡോക്ടറെ, ഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെന്താ കുഴപ്പം, അഡ്മിറ്റ് ആയിക്കോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളൊരു അമ്മുമ്മേനെ നേരത്തെ തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെയും കുഞ്ഞപ്പനെയും കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരമ്മൂമ്മയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മൂമ്മയുടെ ആശുപത്രിയിലേക്കും കൂടി ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ സ്കൂളിലാണല്ലോ, അപ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയെ അഡ്മിറ്റ് പറഞ്ഞു കേട്ടോ എന്ന്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ബാക്കി പാത്രം, സ്പൂണ്, ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഈ അമ്മൂമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് അമ്മൂമ്മേനെയും വിളിച്ചോണ്ട് ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ ഗവൺമെൻറ് ആശുപത്രിയിലല്ല കേട്ടോ, ആദ്യം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രൈവറ്റിലൊക്കെ 1-2 ആശുപത്രിയിലൊക്കെ പോയി നോക്കിയതാണ്. അപ്പോൾ ചേട്ടൻ്റെ അനിയനെയൊക്കെ അമ്മ അത്രയും കൊല്ലം മുമ്പ് പ്രൈവറ്റിലാണ് പ്രസവിച്ചതൊക്കെ. അപ്പോൾ അമ്മയ്ക്കും അതായിരുന്നു ഇഷ്ടം, പ്രൈവറ്റിൽ പോകുന്നതായിരുന്നു ഇഷ്ടം, വേണ്ട ഗവൺമെൻറ്റിലൊന്നും പോകണ്ടോ, പ്രൈവറ്റ് മതി, അതാകുമ്പോൾ അങ്ങനെയാ കുഴപ്പമൊന്നുമില്ല, ഇവരൊക്കെ അവിടെ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കാണെങ്കിൽ അന്ന് അമ്മ പ്രസവിച്ച സമയമല്ലല്ലോ, ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നിട്ട് ഞാൻ പ്രസവത്തിന് എത്രയായിരിക്കും, ഓപ്പറേഷൻ എത്രയായിരിക്കും എന്നൊക്കെ തിരക്കിയിട്ട് നല്ല പൈസയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിലും പ്രൈവറ്റ് മതി എന്ന് എല്ലാവരും, ഇവരൊക്കെ ഗവൺമെൻറ്റിൽ ആരും പോയിട്ടില്ല, എല്ലാവരും പ്രൈവറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കാണെങ്കിൽ പൈസയുടെ ഇത് ഓർത്തിട്ട് വേണ്ട, ഞാനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പ്രസവ വേദന പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും വേദന ഞാൻ തന്നെയല്ലേ സഹിക്കേണ്ടത്, വേദനയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ, അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും വേദന സെയിം ആയിരിക്കും, എനിക്ക് ഗവൺമെൻറ് തന്നെ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഗവൺമെൻറ് ആശുപത്രി കാണിച്ചത് കേട്ടോ.
അങ്ങനെ അമ്മ ഓട്ടോയിൽ അമ്മൂമ്മയും വിളിച്ച് ആശുപത്രിയിലെത്തി. അപ്പം ഞങ്ങൾ വാർഡിൽ കിടക്കുവാണ്. വാർഡിൽ എൻ്റെ ബെഡൊക്കെ സിസ്റ്റർമാർ ബെഡൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാനും ചേട്ടനും ഉണ്ട്. അപ്പം സമയമുണ്ട് ആൾക്കാർക്ക് കയറാനും നമ്മളെ കാണാനും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് സമയങ്ങളുണ്ട്. പുറത്തുനിന്നുള്ളവർക്കൊക്കെ സമയമുണ്ട് കയറാനൊക്കെ. അപ്പം ചേട്ടൻ പുറത്തിരിക്കുവാ, ഞാൻ മാത്രമേ അകത്തുള്ളൂ കേട്ടോ. അപ്പൊ വിസിറ്റേഴ്സിന്റെ ടൈമിൽ അമ്മയും ആ അമ്മൂമ്മയും കൂടി വന്നു. അമ്മൂമ്മ അകത്തേക്ക് കയറി, അമ്മയും കയറി, എന്നെ കണ്ടു, ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ 17-ാം തീയതി അവിടെ കിടക്കാൻ തുടങ്ങി. 17, 18, 19, 20, 21, 22, 23 എൻ്റെ ദൈവമേ, ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. എന്താ പറയുക, എല്ലാവരും അവിടെ കിടന്ന എല്ലാ പേഷ്യൻസുമായിട്ട്, അതായത് പ്രഗ്നൻ്റ് ആയ ആൾക്കാരും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായി ഗൈസ്. ഞാൻ നോക്കുമ്പോൾ എന്താ, ഇങ്ങനെയാണല്ലോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലോ. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊന്നും ആരും ഇല്ല. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സങ്കടമായ അവസ്ഥയാണ്. എനിക്ക് അവിടെ അഡ്മിറ്റ് ആക്കിയപ്പോഴൊക്കെ ഞാൻ വിളിച്ച് വീട്ടിൽ പറഞ്ഞായിരുന്നു, ഇങ്ങനെയാണ് അഡ്മിറ്റ് ആക്കിയെന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. എല്ലാവരും ഒരുമിച്ച് വാർഡിൽ അടുത്തടുത്ത ബെഡിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് ഈ വർത്താനം പറയാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മമാരുമായിട്ടും അമ്മായിമ്മമാരുമായിട്ടും ഈ പിള്ളേരുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നിട്ട് റൂം എടുത്തിട്ട് നമ്മൾ അവിടെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ റൂമിൽ, നമ്മളും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. അതിലും അടിപൊളിയായിരുന്നു കേട്ടോ വാർഡിൽ കിടന്നപ്പോൾ. ഇപ്പോഴും എല്ലാവരുമായിട്ടും എനിക്ക് കോണ്ടാക്ട് ഉണ്ട് ഗെയ്സ്. ഒരു 5-6-7 പേരായിട്ടെങ്കിലും എനിക്ക് ഇപ്പോഴും അവിടെ കിടന്ന ബെഡിൽ കിടന്ന അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പം എല്ലാവരും കുഞ്ഞപ്പൻ്റെ പ്രായമാണല്ലോ എല്ലാവർക്കും, 4.5 വയസ്സ് ആ ഒരു പ്രായമാണ്. എല്ലാവരും അവരുടെ അപ്ഡേറ്റ്സ്, സ്കൂളിൽ ചേർത്തോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ 17-ാം തീയതി അഡ്മിറ്റ് ആയിട്ട് പിന്നെ ഓരോ ദിവസവും ഓരോരുത്തർ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കാളും മുമ്പ് വന്നവർ, ഞാൻ വന്ന് കഴിഞ്ഞിട്ട് വന്നവരും ഒക്കെ പ്രസവം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 17-ാം തീയതി കഴിഞ്ഞു, 18-ാം തീയതി കഴിഞ്ഞു, 19 കഴിഞ്ഞു. എനിക്കാണെങ്കിൽ വേദനയൊന്നും വന്നില്ല, എനിക്കൊന്നും വന്നില്ല. അങ്ങനെ 19, 20, 21 ആയപ്പോൾ അടുത്ത് കിടക്കുന്ന ബെഡിലെ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി, അവർക്ക് പെയിൻ വരാൻ തുടങ്ങി. അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ആ പെയിൻ വരുമ്പോൾ അവർ കിടന്ന് കാണിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് എനിക്കും ടെൻഷനാകാനൊക്കെ തുടങ്ങി. ഞാൻ എല്ലാ ബെഡിലും ചെന്ന് എല്ലാവരെയും സമാധാനിപ്പിക്കും. കുഞ്ഞുങ്ങളിങ്ങനെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് കിടത്തി കൊടുക്കുമല്ലോ. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെ ചെന്ന് ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കും, അവർക്ക് ഡയപ്പർ കെട്ടിക്കൊടുക്കും. അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ് അവിടെ. അപ്പം എല്ലാവർക്കും സഹായമൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ നടക്കുക. അവിടെ ആശുപത്രിയിൽ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരപ്പോൾ എൻ്റെ പ്രായം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി ഗൈസ്. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ലവ് സ്റ്റോറി പറഞ്ഞ ചേച്ചി അങ്ങനെ പറയാം. ശരിക്കും അവരെക്കാളും മാസത്തിന് ഇളയത് ഞാനാണ് ഗൈസ്. അപ്പം ഞാൻ എന്താ പറയുക, കുഞ്ഞപ്പനെ പ്രസവിക്കാനൊക്കെ കിടക്കുമല്ലേ. അങ്ങനെ എല്ലാ ദിവസവും ഇവർ വരും. ഇവരാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മാറില്ല കേട്ടോ. അപ്പോൾ കഥ പറയിച്ച് എങ്ങനെയായിരുന്നു ലവ് സ്റ്റോറി, എങ്ങനെയായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരും സംസാരിച്ചിട്ടില്ല, ആരും വന്നിട്ടില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരോടും കഥകളെല്ലാം പറയുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ആകാംക്ഷയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമോ, പ്രസവിക്കുന്നതിൻ്റെ അന്നെങ്കിലും കുഞ്ഞപ്പനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുമോ, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഭയങ്കര ഇതായിട്ട് നിൽക്കുവാണ്. അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർ പ്രസവിക്കുമ്പോൾ എല്ലാവരുടെ അടുത്ത് പോയി ഞാൻ എല്ലാവരെയും സഹായിച്ചൊക്കെ കൊടുക്കും. രാത്രിയൊക്കെ താമസിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഞങ്ങളിങ്ങനെ വർത്താനവും പറഞ്ഞ് കളിച്ചിരിച്ച്. കാരണം ഓരോ കുഞ്ഞുങ്ങൾ രാത്രി കരച്ചിലായിരിക്കും, നമുക്ക് ഉറങ്ങാനൊന്നും പറ്റൂല. ഒരാൾ കരച്ചിൽ നിർത്തുമ്പോൾ അടുത്ത ആൾ കരച്ചിൽ തുടങ്ങും, ഒരാൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ അമ്മമാർക്കും കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അവർ നമ്മുടെ കൂടെ വാർഡിൽ കിടത്തും. പക്ഷെ രാവിലെ ടൈമിലൊന്നും ഈ പ്രസവിച്ച അമ്മമാരും ഈ കുഞ്ഞുങ്ങളും മാത്രമേ നിൽക്കാവുള്ളൂ, വേറെ ആരെയും പുറത്തുനിന്ന് കയറ്റില്ല. ഈ കൂടെ നിൽക്കുന്ന അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒന്നും അകത്ത് വരാൻ പറ്റില്ല. ഈ പ്രസവിച്ചെന്ന് വെച്ചാൽ നിറച്ച് സ്റ്റിച്ചൊക്കെ ഉണ്ടാവുമല്ലോ, ആ വേദനയെ സഹിച്ചായിരിക്കും ഈ പെണ്ണുങ്ങൾ കിടക്കുന്നത്. കുഞ്ഞ് കരയുമ്പോൾ ഇതിനെ എടുക്കാനും ഈ പാല് കൊടുക്കാനും അതുപോലെ ഇതിൻ്റെ ഡയപ്പർ മാറ്റാനും ഒന്നും പറ്റില്ല. അപ്പോൾ നേഴ്സുമാരും സിസ്റ്റർമാരൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇവരോട് തനിയെ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ആ സമയത്ത് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് എല്ലാവരുടെയും സങ്കടം കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. ഞാനും എല്ലാവരുടെ അടുത്ത് പോയി എല്ലാവരും ഇങ്ങനെ സഹായിച്ചു കൊടുക്കും. അപ്പോൾ ഈ നേഴ്സിംഗ് പഠിക്കുന്ന അവർ വരുമല്ലോ കുട്ടികൾ, അവർ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. ഇപ്പം അവരൊക്കെ ഓരോ നിലയിലെത്തി ഗൈസ്. എല്ലാവരും നേഴ്സായി, കുറേ പേര് പുറത്തേക്ക് പോയി. അവരുമായിട്ടൊക്കെ എനിക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ മെസ്സേജ് അയക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യും. അപ്പം എല്ലാവരും പ്രസവിച്ചു, എല്ലാവരും പെട്ടിയും കിടക്കെ എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ പോകുന്നു. ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. 17-ാം തീയതി, 18, 19, 20, 21, 22, 23, 24, 25-ാം തീയതി ആയിട്ടും എനിക്ക് ഒരു വേദനയില്ല. അപ്പോൾ വേദന വരാത്തവർക്ക് എന്തോ മരുന്നൊക്കെ വെച്ച് വേദന വരുത്തുന്നുണ്ട്. ട്രിപ്പ് ഇടും, അപ്പോൾ വേദന വരും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന പിള്ളേരുടെയൊക്കെ വേദന കണ്ട് എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോ ദൈവമേ വേദന വന്നേന്നൊക്കെ വിചാരിച്ചു.
അപ്പൊ ചേട്ടനാണെങ്കിൽ അഡ്മിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആണുങ്ങളൊന്നും അകത്ത് വാടി കിടത്തൂലല്ലോ, പുറത്ത് വരാന്തയുണ്ട്, അവിടെ കിടക്കാണ് കേട്ടോ. ഭയങ്കര കൊതുക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകാണ് ഗൈസ്. ചേട്ടൻ ഒരു ദിവസം 2 ദിവസം 3 ഈ 17-ാം തീയതി അഡ്മിറ്റ് ആക്കിയപ്പോൾ നമ്മുടെ വിചാരം എന്താ, നാളെ തന്നെ പ്രസവിക്കുമായിരിക്കും, മറ്റന്നാൾ പ്രസവിക്കുമായിരിക്കും, അറിയില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും. ചേട്ടനാണെങ്കിൽ ലീവ് എടുത്തിട്ട് വീട്ടിലോട്ടും പോകാണ്ട് ഈ കൊതുകടിയും കൊണ്ട് കിടക്കുകയാണ്. അവസാനം അവിടെ നിന്ന് സെക്യൂരിറ്റി ആണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ കൊതുകടിയും കൊണ്ട് കിടക്കണം കണ്ടപ്പോൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു, എന്നോടും അമ്മേനോടും കൂടി വന്ന് പറഞ്ഞു, ആ കൊച്ചിനോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറ, എന്തെങ്കിലും വന്നാൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ സഹായത്തിന്, എന്ത് കൊതുകടിയാണ്, ഇവിടെ ആശുപത്രിയൊക്കെ അല്ലേ, അവൻ എന്താ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി ചേട്ടനോട് എന്ന് നിർബന്ധിച്ച് ചേട്ടനെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. എന്തെങ്കിലും വേദന വരുവാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം, അപ്പം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ പറഞ്ഞു വിട്ടു. ചേട്ടനാണെങ്കിൽ എല്ലാ ദിവസവും വിളിക്കും, എന്തായി വേദന വന്നോ, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു വിളിക്കും. ഞാൻ പറയും എനിക്കൊരു വേദനയില്ല, ഞങ്ങളിവിടെ ഭയങ്കര എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ 25-ാം തീയതി രാവിലെ ആയി ഗൈസ്, ശനിയാഴ്ച രാവിലെ ആയി. ശനിയാഴ്ച രാവിലെ ആയപ്പോൾ എനിക്കൊരു വേദന വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഇതല്ല അതാണോ, അങ്ങനെ വേദന വരാൻ തുടങ്ങി. ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് വേദന വരും പോകും, സാധാരണ പോലെയാവും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വേദന വരും, പിന്നെയും പോകും. പിന്നെ വേദന വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേദന വരും, പിന്നെ പോകും. പിന്നെയും കുറെ കൂടുതൽ ടൈം കൂടി വരും. സമയം പോകും തോറും വേദനയുടെ ടൈം കൂടി വരും, വേദന മാറും, കൂടി വരും, അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് ഇതേ പ്രസവ വേദന വന്നു ഈ ടിവിയിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രസവ വേദന വരുമ്പോൾ തന്നെ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ കാറും അപ്പം തന്നെ പ്രസവിക്കും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ പ്രസവ വേദന വന്നും പോയും അങ്ങനെ നിൽക്കും. അപ്പം ശനിയാഴ്ച എനിക്ക് വേദന വന്നു, അങ്ങനെ വന്നും പോയും വന്നു. അപ്പം ഞാൻ കരച്ചിലായി. ഇനി അത്രയും എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര ഉപദേശിച്ച് നടന്ന ആളാണ് ഞാൻ. എനിക്ക് വേദന വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അവസ്ഥ മനസ്സിലായത്. അപ്പം ഞാനാണെങ്കിൽ കരച്ചിൽ, സങ്കടം, എനിക്ക് പേടി, പനി വരെ വന്നു കേസ്. എനിക്ക് അവിടെ കിടന്ന് പനി വരാൻ തുടങ്ങി. അങ്ങനെ ചേട്ടനെ വിളിച്ച് വരുത്തി. ചേട്ടൻ വേഗം ആശുപത്രിയിലേക്ക് വന്നു. ചേട്ടനെ കണ്ടപ്പോൾ ഒരു സമാധാനം. അങ്ങനെ അപ്പം അത്രയും നേരം ഞാൻ അവിടെ കിടന്ന് ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ കൈ പിടിച്ച് എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പനി കൂടി ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ എല്ലാവരുമായിട്ടും അത്രയും നാളായപ്പോൾ കമ്പനി ആയല്ലോ, എല്ലാവരും വന്ന് ചുറ്റും കൂടി നിൽക്കുകയാണ് എൻ്റെ ബെഡിൻ്റെ അവിടെ. ഞാൻ ഛർദ്ദിക്കുന്നു, എനിക്ക് ചൂട് കൂടി, പനിയായി ഭയങ്കര. അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഞാനൊരു ആൺ ഡോക്ടറിനെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ കറക്റ്റ് ഞാൻ ആ പ്രസവിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ ഡോക്ടറിൻ്റെ അമ്മ എന്തോ മരിച്ചു. ആ പ്രസവിക്കുന്നതിൻ്റെ അന്നാണോ ആ ദിവസങ്ങളിൽ ഡോക്ടറിൻ്റെ അമ്മ മരിച്ചു. ഡോക്ടറിൻ്റെ അമ്മ മരിച്ചുകൊണ്ട് ഡോക്ടർക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറ്റില്ല. പിന്നെ അതുമായിട്ട് അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ട്. ഈ എൻ്റെ ഡോക്ടറിൻ്റെ പേഷ്യൻസിനെയൊക്കെ ഡോക്ടർ വേറൊരു ഡോക്ടറെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറൊക്കെ വന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ ഞാൻ ഈ മറ്റേ കുഞ്ഞു ഡോക്ടർമാരുണ്ടല്ലോ, ജൂനിയർ ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഈ ജനുവരി 26-ാം തീയതി ഡേറ്റായി എന്നെ പിടിച്ച് എന്തിനാണ് ഡോക്ടറെ ഈ ജനുവരി 17 തന്നെ അഡ്മിറ്റ് ആക്കിയത്? എത്ര ദിവസമായി ഞങ്ങൾ ഇവിടെ കിടക്കുന്നു, ഇനി ഞാൻ മാത്രം പ്രസവിക്കണില്ല, ബാക്കി എല്ലാവരും പ്രസവിക്കണുണ്ട്, എനിക്കും പ്രസവിക്കണം. ഞാൻ അങ്ങനെയൊക്കെ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ചെക്കപ്പിന് വരും ഡോക്ടർമാരും കുഞ്ഞു ഡോക്ടർമാർ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഡോക്ടർ എടോ തൻ്റെ സമയമായിട്ടില്ലടോ, ഓരോരുത്തർക്കും പ്രസവിക്കാൻ ഓരോ സമയമില്ലേ. തനിക്ക് വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവള് രാത്രി 12 മണിക്ക് 12:30, അത് എൻ്റെ കൂട്ടുകാരായി കേട്ടോ അവസാനം എല്ലാവരും. അതാണ് ഞാൻ ഈ കൂട്ടുകാരി എന്ന് പറയുന്നത്. ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ, പക്ഷെ ഇപ്പം എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരാൾ രാത്രി 12:30 ഞാൻ ഉറങ്ങി കിടക്കുക, വേദനയാണെന്നും പറഞ്ഞ് വന്നതും കണ്ടു. ഒരു 2:30-3 മണിയായപ്പോൾ അവൾ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു അവളുടെ കാര്യം. അപ്പൊ ചിലവർ പെട്ടെന്ന് പ്രസവിക്കും, ചിലർക്ക് കുറെ സമയമൊക്കെ എടുക്കും. അതാണ്. അതിനിടയ്ക്ക് ഞാനെന്റെ മേരിയുടെ കാര്യം പറഞ്ഞില്ലേ, കൂട്ടുകാരുടെ കാര്യം. അവൾക്കും എനിക്കും ജനുവരി 26-ാം തീയതി തന്നെയായിരുന്നു ഡേറ്റ്. അപ്പൊ ഇടി ആദ്യം നീ പ്രസവിക്കുമോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കഥയും പറഞ്ഞ് നടക്കുമായിരുന്നേ. അപ്പൊ സ്കാൻ ചെയ്ത് എന്തോ ഡോക്ടർക്ക് ഇവളുടെ വയറ് കണ്ട് സംശയം തോന്നി നോക്കിയപ്പോൾ കുഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് പ്രസവിക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഓപ്പറേഷൻ പറഞ്ഞു ഡോക്ടർ. റിസ്ക് എടുക്കണ്ട, തനിക്ക് ഓപ്പറേഷൻ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള കാര്യമല്ലേ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം, എനിക്കും ടെൻഷൻ. അയ്യോ ഇനി എന്നോട് ഓപ്പറേഷൻ തന്നെ പറയുമോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഇവളെ കൊണ്ടുപോയി ഇവളെ ഓപ്പറേഷനൊക്കെ കയറ്റി. അങ്ങനെ അതെല്ലാം കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെയാണ് എനിക്ക് പനിയൊക്കെ വന്നത്. അങ്ങനെ ശനിയാഴ്ച മൊത്തം വേദനയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ആയപ്പോൾ എനിക്ക് വെള്ളവും കുടിക്കാൻ പറ്റുന്നില്ല, എണീക്കാനും പറ്റുന്നില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. ഭയങ്കര വേദന കൂടി. ഞായറാഴ്ച രാവിലെ ആയപ്പോൾ ഭയങ്കര വേദന.
സഹിക്കാൻ പറ്റാത്ത വേദന. അങ്ങനെ നേരെ ഒബ്സർവേഷൻ മുറിയിലേക്ക് പോയി. ഡോക്ടറും അവിടെ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇടോ ഒന്നും ആയിട്ടില്ല പറയാം, കുഞ്ഞിന്റെ തല ഇങ്ങനെ തിരിഞ്ഞ് താഴെ വരണം, എന്നാലേ നമുക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒബ്സർവേഷൻ റൂമിൽ ചെന്ന് സിസ്റ്റർമാരെയൊക്കെ കണ്ട് എന്തോ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. സംസാരിച്ചപ്പോ എന്തോ ഇങ്ങനെ അമ്മേനോട് എന്തോ പറഞ്ഞു. അപ്പൊ അമ്മ കേട്ടത് ഇവര് പറഞ്ഞത് വേറെയാണ്. പക്ഷെ അമ്മ കേട്ടത് നമ്മൾ ഈ പ്രസവിക്കാൻ ലേബർ റൂമിൽ കിടത്തുമ്പോൾ വെള്ള ഷർട്ട് വെള്ള മുണ്ട് മുടിയൊക്കെ പിന്നിടണം. അപ്പൊ അമ്മ കേട്ടത് വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് വാന്ന് എന്തോ ആണ് അമ്മ കേട്ടത്. അപ്പൊ അമ്മ എന്നോട്, അപ്പൊ ഞാനാണെങ്കിൽ ഈ വേദന എടുത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ വന്ന് പറഞ്ഞു, കൊച്ചെ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും പ്രസവമായിട്ടുണ്ട്, ഏതാണ്ട് സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങളുടെ വാർഡിലേക്ക് വന്നിട്ട് വെള്ളം മുണ്ടും വെള്ള ഷർട്ടൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇട്ടു. ഈ മുടിയൊക്കെ പിന്നിക്കിട്ടി. അപ്പൊ ചേട്ടൻ പുറത്ത് നിൽപ്പുണ്ട്. ചേട്ടൻ ശനിയാഴ്ച വന്നാ, ചേട്ടൻ പിന്നെ പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് എല്ലാം ചെയ്ത് ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര പെയിൻ തുടങ്ങി, വേദനയാണ്, അങ്ങനെയാണെന്നൊക്കെ വീട്ടിലോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊന്നും ആരും വന്നിട്ടില്ല. അപ്പൊ ഞാനും അമ്മയും കൂടി ലേബർ റൂമിൽ ചെന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ സിസ്റ്റർമാർ, ഇതെന്താ ഈ വേഷത്തി, എന്താ തന്നോട് ആര് പറഞ്ഞു വെള്ളം മുണ്ട് വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ? അപ്പൊ ഞാൻ പറഞ്ഞല്ല, അമ്മ പറഞ്ഞു. അപ്പോഴാണ് അമ്മ, അയ്യോ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കേട്ട പോലെ തോന്നി എന്ന് പറഞ്ഞു. അവരങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, അവർ വേറെന്തോ ആണ് കേട്ടോ പറഞ്ഞത്. എന്താണെങ്കിലും അത് ഭാഗ്യമായി ഗൈസ്. അപ്പൊ വെള്ളം മുണ്ട് വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ട് ഇവർ പറഞ്ഞു, ഇനി എന്താണെങ്കിലും ബെഡിലേക്ക് തിരിച്ചു പോയി കിടക്കണ്ട, വാർഡിൽ പോയി കിടക്കണ്ട, ഒബ്സർവേഷൻ മുറിയിൽ തന്നെ കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോൾ വേറെ പല ഗർഭിണികളും വേദന എടുത്ത് കരഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസും കൂടി പോകും. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദന എടുത്തിട്ട്. അങ്ങനെ അവിടെ കിടന്ന് സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും, കുഞ്ഞിന്റെ തല പുറത്തേക്ക് വരുന്നുണ്ടോ, എന്താ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് നല്ലോണം വേദന കൂടും. ഇവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തേക്കാളും വേദന ഇരട്ടിയാകും. നമുക്ക് വേദന അങ്ങോട്ട് വന്നു അവസാനം കല്ല് പോലെയായി, കരിങ്കല്ല് പോലെ ആവും നമ്മുടെ വയറ്. കുഞ്ഞിന്റെ തല ഇങ്ങനെ തിരിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ കരിങ്കല്ല് പോലെ ആവും വയറ്. ഞാനാണെങ്കിൽ കിടന്ന് പിച്ചും പയ്യും പറയാൻ തുടങ്ങി, എനിക്ക് പ്രസവം വേണ്ട, ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, എന്നെ എല്ലാവരും കൂടി ചതിച്ചതാണ്, ഇത്രയും വേദന ഉണ്ടാവുന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, റാണിയമ്മ എന്നോട് പറഞ്ഞത് ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ പറഞ്ഞല്ലേ വിട്ടത്. ഞാൻ ഭയങ്കര, എനിക്ക് ഓപ്പറേഷൻ മതി. അപ്പൊ ഞാൻ അമ്മേനോട് പറയണം, അമ്മേ എനിക്ക് വേണ്ട, നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് പോകാം, നമുക്ക് വേറെ പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് പോകാം. ഞാനാണ് കിടന്ന് ബഹളം വെച്ചത് ഗവൺമെന്റ് മതിയെന്ന്. അവസാനം ഞാൻ കിടന്ന് പിച്ചും പയ്യും പറയാൻ തുടങ്ങി, എനിക്ക് പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് പോകണം, എനിക്ക് ഈ ആശുപത്രി വേണ്ട, അമ്മ ഒപ്പിട്ട് കൊടുക്ക്, ഇവിടുന്ന് പോകാന്ന് പറ, എനിക്ക് ഓപ്പറേഷൻ മതി. ഇവരാണെങ്കിൽ ഒരു രീതിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്നെ കൊണ്ട് പ്രസവിക്കാൻ പറ്റും, എനിക്ക് വേറെ ഒരു കുഴപ്പമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പ്രസവം തന്നെ മതിയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ എല്ലാവർക്കും ടെൻഷൻ, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന. അത്രയും വേദനയാണ് ഗൈസ്, മരണവേദനയാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം, അത്രയും വേദനയാണ് ഈ പ്രസവ വേദന. അങ്ങനെ വേദന കൂടി അവസാനം എന്നെ വേറൊരു ലേബർ റൂമിലേക്ക് മാറ്റി. അപ്പൊ ഞായറാഴ്ച ദിവസമായിരുന്നു, ഞാൻ പറഞ്ഞില്ല, അത് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസമായിരുന്നു. എന്നെ അപ്പുറത്തെ സാധാരണ ലേബർ റൂമിലല്ല, അവിടെ എന്തോ ക്ലീനിങ് കഴുകലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ വേറൊരു ലേബർ റൂമിലേക്കാണ് കേട്ടോ മാറ്റിയത്. അപ്പോൾ അന്ന് ഞായറാഴ്ച ദിവസം വേറെ ആർക്കും പ്രസവവും കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 2, 3, 4 പേരൊക്കെ ചിലപ്പോൾ പ്രസവിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാകാം. എന്തായാലും അന്ന് എനിക്ക് മാത്രം ഇത്ര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിൻ്റെ തല എവിടെ എത്തി, പ്രസവിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഈ ഡോക്ടർമാരോടും സിസ്റ്ററിൻ്റെ കയ്യൊന്ന് തന്നെ ഞാനൊന്ന് കൈ പിടിക്കട്ടെ സിസ്റ്റർ, എനിക്ക്. അപ്പൊ സിസ്റ്റർ, അയ്യോ എന്റെ കൈ തന്നാ നീ എന്റെ കൈ ഒടിച്ചെടുക്കും. സിസ്റ്ററിന്റെ കയ്യിൽ വളയൊക്കെ കിടപ്പുണ്ട്, വളയൊക്കെ നീ ചളുക്കും, എനിക്കറിയാം. കാരണം പ്രസവ വേദന വന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മളത് വളച്ചൊടിച്ച് കളയും, അത്ര വേദനയായിരിക്കും. അപ്പൊ ഇരുമ്പിന്റെ കമ്പിയാണ്, ഈ ബെഡിന്റെ സൈഡിൽ എന്തോ കമ്പിയുണ്ട്, കമ്പിയിൽ പിടിച്ചോ എന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ കമ്പി പിടിച്ച് കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഡോക്ടർമാരാണ്, ജൂനിയർ ഡോക്ടർമാരൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ആണെങ്കിലും എന്നോട് എന്തൊക്കെയാ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും, അവർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് എന്നോട്, ഞാൻ ഈ വേദന എടുക്കുമ്പോൾ എൻ്റെ ഈ വേദന കുറയ്ക്കാനാണെന്ന് തോന്നുന്നു ഓരോ വിശേഷം ചോദിക്കുന്നുണ്ട്. ആൺകുഞ്ഞ് വേണമെന്നാണോ, പെൺകുഞ്ഞ് വേണമെന്നാണോ, അതാണോ ഇതാണോ. അപ്പം ഞാൻ ഡോക്ടറെ, ഞാൻ ഉടുപ്പൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോക്ടറെ, എൻ്റെ കൊറിയർ വന്ന് കാണും, എൻ്റെ കൊറിയർ വീട്ടിൽ വന്ന് കാണും എന്നൊക്കെ പറയാനേ ഡോക്ടർ. പ്രസവവേദന എടുത്ത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നീ ആൺകുട്ടിയുടെ ഡ്രസ്സാണോ ബുക്ക് ചെയ്ത്, പെൺകുട്ടിയുടെ ഡ്രസ്സാണോ? അപ്പം ഞാൻ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റുമോ, അത് അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കരയായിരുന്നു കേട്ടോ. അങ്ങനെ
ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറയുന്നത്, അൻസയുടെ ഉമ്മ വന്നിട്ടുണ്ട് കാണാൻ, വിളിച്ചോട്ടെ ഇങ്ങോട്ട് ലേബർ റൂമിലേക്ക് അങ്ങനെ ആരെയും കേറ്റില്ല, പക്ഷെ ഇവർക്ക് എൻ്റെ ഈ കഥ എല്ലാം അറിയാം, എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർ എന്നോട് സിസ്റ്റർ പറഞ്ഞു, എനിക്കിനി പെട്ടെന്ന് എൻ്റെ ഉമ്മീനെ കണ്ടാൽ എനിക്ക് വല്ല ടെൻഷനായിപ്പോയാൽ, അതായത് ടെൻഷനായിപ്പോയാലോ എന്ന് ഓർത്ത് എന്നോട് വന്ന് ഇതേ ഉമ്മി വന്നിട്ടുണ്ട് കാണണ്ട, ഇങ്ങോട്ട് വിളിക്കട്ടെ, ഉമ്മി കാണണമെന്ന് പറയുന്നുണ്ട്, ഇങ്ങോട്ട് കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മയെന്നാണ് കേട്ടത്. അപ്പം ഞാൻ ഓർത്തു അമ്മയാണ്, അന്ന് അമ്മേനോട് വരാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ ഉമ്മി കയറി വരുന്നു. എൻ്റെ പൊന്നെ, എനിക്കാണെങ്കിൽ ഉമ്മീനെ കണ്ടിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വേദന എടുത്തിട്ട്. ഞാൻ നോക്കുമ്പോ ഉമ്മിക്ക് ബോധമൊന്നുമില്ല. ഉമ്മി കരഞ്ഞ് ഉമ്മി ഒരു പരിവായി. ആദ്യമായിട്ടല്ലേ എന്നെ ഈ വെള്ളം കൊണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഈ മുടിയൊക്കെ പിന്നിക്കിട്ടി ആ ഒരു കോലത്തിൽ കാണുന്നത്. ഉമ്മിക്ക് എന്നെ, കാരണം ഉമ്മിക്ക് ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ഉമ്മിക്ക് എന്നെ, എൻ്റെ അനിയനെയൊക്കെ ഓപ്പറേഷൻ ആയിരുന്നു. ചേട്ടനെയും ചേട്ടൻ്റെ അനിയനെയൊക്കെ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയിരുന്നു. ഇവർ രണ്ടമ്മമാരും പ്രസവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എൻ്റെ ഈ പ്രസവ വേദന കണ്ടിട്ട് അമ്മയ്ക്കും ടെൻഷൻ, എന്ത് ചെയ്യും, ഇത് എന്ത് പറ്റുമെന്നൊന്നും അമ്മയ്ക്കും ഒരു എത്തും പിടിയില്ല. ഉമ്മിക്കും എന്നെ കണ്ടിട്ട് ഉമ്മിക്കും ഒരു ബോധമില്ല. രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായി ഗൈസ്. കാരണം ചില പിള്ളേരൊക്കെ നമ്മൾ ഈ പ്രസവ വേദന എടുത്ത് ഭയങ്കര സീനായിട്ട് കുഞ്ഞുങ്ങൾ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്നതിനെ മഷി ഇട്ട് പോകുമെന്ന് പറയും. കാരണം ഫസ്റ്റ് കുഞ്ഞുങ്ങൾ ഇടുന്ന അപ്പിക്കാണ് നമ്മൾ ആ മഷി ഇട്ട് പോകുമെന്ന് പറയലേ. എന്നിട്ട് വയറിൻ്റെ ഉള്ളിൽ കിടന്ന് അവർ മഷി ഇട്ട് പോയിട്ട് അത് അവർ തന്നെ കുടിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ വായിലോട്ടാ മൂക്കിലോട്ടാ ഇത് കയറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അങ്ങനെ എന്തോ സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലിരിക്കുക. എന്നെക്കാളും ടെൻഷൻ പുറത്തുള്ള ആൾക്കാർക്കാണ്. എനിക്ക് ഈ വേദനയുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. ഉമ്മി വന്നു, എന്നെ കണ്ടു, ഉമ്മി കരഞ്ഞു, പൊന്നെ പോട്ടെ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോഴത്തെ വേദനയിലൊന്നും ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മി പുറത്തേക്ക് ഇറങ്ങി. അത്രയും നേരം ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് പ്രസവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്, ഡോക്ടർമാർ പുഷ് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, കളിപ്പിക്കുന്നു, എല്ലാം ചെയ്തിട്ട് എനിക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഉമ്മീനെ കണ്ട് ഉമ്മി പുറത്തേക്ക് പോയി. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസവിച്ചു. അങ്ങനെ കുഞ്ഞ് പുറത്ത് വന്നു. കുഞ്ഞിനെ സിസ്റ്റർമാരാരോ എടുത്തുകൊണ്ടുപോയി പുറത്ത് ഉമ്മീനെയും അമ്മേനെയും ചേട്ടനെയും എല്ലാവരെയും കാണിച്ചു. എൻ്റെ ഉമ്മിയുടെ കൂടെ എൻ്റെ ഉമ്മുമായും ഉണ്ടായിരുന്നു കേട്ടോ. വാപ്പിയുടെ ഉമ്മ അച്ചാമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടുപേരെയൊക്കെ കാണിച്ചു. അപ്പൊ കുഞ്ഞു പുറത്തേക്ക് വന്നു. കുഞ്ഞു പുറത്തേക്ക് വന്നപ്പോ തന്നെ എൻ്റെ കൂടെ ഡോക്ടറുണ്ട്, 2-3 നേഴ്സുമാരുണ്ട്, അവരുടെ കൂടെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ ഡോക്ടറുണ്ട്, എല്ലാവരും എൻ്റെ ചുറ്റിനുണ്ട് കേട്ടോ. അപ്പൊ ഇവൻ പെട്ടെന്ന് തന്നെ ഇവനെ എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി തുടച്ച് ക്ലീനാക്കി. അപ്പൊ ഉടനെ ഡോക്ടർമാർ തമ്മിൽ പറയുന്നുണ്ട്, എല്ലാ കുട്ടികളെ NICUയിലേക്ക് കൊണ്ടുപോകും. കണ്ണിന് ചിലപ്പോൾ കുറച്ച് മഞ്ഞപ്പുണ്ടാകും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ NICUയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ദിവസം മുഴുവൻ ഒബ്സർവേഷനിൽ വെച്ചിട്ട് പിറ്റേ ദിവസം മാത്രമേ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോഴേ അമ്മയ്ക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയോ ദിവസം കിടന്നിട്ട് എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പം ഞാനും ഓർത്തു ഇവനെ ഇപ്പം തന്നെ കൊണ്ടുപോകും. പക്ഷേ ഈ ഡോക്ടർമാർ തമ്മിൽ പറയുവാണ്, അവന് കുഴപ്പമൊന്നുമില്ല, കണ്ണിൽ മഞ്ഞപ്പൊന്നും ഇല്ലല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, NICUയിലേക്ക് വിടണോ, വേണ്ട, വാർഡിലേക്ക് ബെഡിലേക്ക് കൊടുത്തു വിടാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അപ്പോൾ വേദനയൊക്കെ മാറി. ഇവൻ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ എല്ലാ വേദനയും മാറി. അങ്ങനെയാണ് കേട്ടോ പ്രസവവേദന. പ്രസവിച്ച് അത്രയും നേരത്തെ വേദന എല്ലാം കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പോകും. പിന്നെ ഒരു വേദന ഉണ്ടായില്ല. പിന്നെ സ്റ്റിച്ചൊക്കെ ഇടും, അത് ഭയങ്കര വേദനയാണ്, ഭയങ്കര അവസ്ഥയാണ് സ്റ്റിച്ച് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രസവ വേദനയെക്കാളും വേദന സ്റ്റിച്ച് ഇടുന്ന വേദനയാണ് ഗൈസ്. അതൊക്കെ പറഞ്ഞ് കരഞ്ഞു പോകും, അങ്ങനത്തെ വേദനയായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ അയ്യോ ഡോക്ടറെ ആണാണോ പെണ്ണാണോ എന്ന് എന്നോട് പറഞ്ഞില്ല. ഇവരെന്നോട് പറയാനും വിട്ടുപോയി. അപ്പൊ ഡോക്ടറെ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഇതേ ആണാണ്, അവളൊന്ന് കാണിച്ചേക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കുഞ്ഞപ്പനെ കാണിച്ചു. അയ്യോ കുഞ്ഞപ്പന, നമ്മൾ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള നമ്മുടെ ഒരു സന്തോഷം, അയ്യോ എനിക്കാണെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഞാൻ ഇവനിങ്ങനെ നോക്കിയിട്ട്, നീ തന്നെയാണോ അതെന്ന് ഞാൻ ചോദിക്കും. കാരണം അത്രയും കുഞ്ഞാപ്പിയല്ലേ. ഒരു 2 മണിക്കൂറെങ്കിലും എന്നെ അവിടെ ഒബ്സർവേഷൻ മുറി കിടത്തി ഇവർ സ്റ്റിച്ചിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞപ്പനെ NICUയിലേക്ക് കൊണ്ടുപോയി. എന്നാലും ചുമ്മാ കൊണ്ടുപോകാം, ഒന്ന് കിടത്തി നോക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് എന്നെ നേരെ ലേബർ റൂമിൽ നിന്ന് മാറ്റി ഇവർ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുറത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും കണ്ടു, എല്ലാവരോടും സംസാരിച്ചു. നേരെ ഒബ്സർവേഷൻ റൂമിലേക്ക് പോയി ഞാൻ അവിടെ കിടന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കുറച്ച് വെള്ളം ഞാനിങ്ങനെ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരോടും. അങ്ങനെ അപ്പോൾ അമ്മ ആരൊക്കെയോ വെള്ളമൊക്കെ എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി അവിടെ കിടന്ന്. അത്രയും എന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ, ഈ വേദന കാരണം 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി, നല്ല രീതിക്ക് ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വെള്ളം ചോദിച്ചു.
അവസാനം വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ ഓക്കെ ആയി, സെറ്റായി. പതുക്കെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് എന്നെ ബെഡിൽ കിടത്തി. പിന്നെ കുറേ ദിവസം ഈ സ്റ്റിച്ചിന്റെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ എല്ലാവരും പ്രസവിക്കുമ്പോൾ എല്ലാവരെയും സഹായിച്ചും എല്ലാവർക്കും ഓരോന്നൊക്കെ ചെയ്ത് നടന്നുകൊണ്ടായിരിക്കും ഞാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല. അങ്ങനെ ജനുവരി 26-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 3:50-നാണ് കുഞ്ഞപ്പനെ പ്രസവിച്ചത് കേട്ടോ. 3:50 അല്ലേ. എല്ലാരെയും ആ ഒരു സന്ദർശന സമയത്ത് മാത്രമേ അമ്മമാരെ ആണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ ഇവര് സമ്മതിക്കുള്ളൂ. എനിക്കാണെങ്കിൽ സ്റ്റിച്ചിന്റെ വേദന കാരണം ഇരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഇരിക്കണമൊക്കെ കുറേ സമയം എടുത്തായിരിക്കും. ബെഡിൽ നിന്ന് ഇറങ്ങാൻ കുറേ സമയം പിടിക്കും. സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ നല്ല വേദന ആയിരിക്കുമല്ലോ. അപ്പൊ ഈ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ്. അപ്പൊ ഞായറാഴ്ച ഞാൻ പ്രസവിച്ച ദിവസം ഇവരില്ലായിരുന്നു. അത്രയും ദിവസം ഇവരെല്ലാവരും കാത്തിരുന്ന് ഓ അൻസ ചേച്ചി എപ്പോഴാണ് പ്രസവിക്കണേ കാത്തിരുന്ന് കറക്റ്റ് പ്രസവിച്ചതിൻ്റെ അന്ന് ഇവർക്ക് ഞായറാഴ്ച അവധിയായിരുന്നു. ഇവരില്ലായിരുന്നു. തിങ്കളാഴ്ച ഇവർ വരുമ്പോൾ കാണുന്നത് എൻ്റെ അടുത്തൊരു കുഞ്ഞുവാവ കിടക്കുന്നതാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. കുഞ്ഞപ്പൻ്റെ ഡയപ്പർ മാറ്റുന്നതും അവനെ തുടപ്പിക്കുന്നതും അവന് ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്നതും എൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നതും എല്ലാം ഈ നേഴ്സിംഗ് കുട്ടികളാണ് ചെയ്തു തന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കൊക്കെ ആ ഒരു ഈ സന്ദർശന സമയത്ത് മാത്രമല്ലേ കയറി വരാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അവരാണ്. എനിക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. അത്രയും സപ്പോർട്ടാണ് ആ പിള്ളേർ എല്ലാ കാര്യങ്ങളും. അപ്പം ഈ ഡോക്ടർമാർ അവിടെ കൂടി പോകുമ്പോൾ ഇവരെപ്പോഴും എൻ്റെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും അമ്മമാർ തനിയെ ചെയ്യട്ടെ, നിങ്ങൾ മാറിക്കൊടുക്കും, നിങ്ങൾ എന്തിനാ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വേദനയായിരിക്കും. അപ്പൊ ഇവര് ഡോക്ടർ പറയുമ്പോൾ മാറി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവര് പിന്നെയും വരും, എനിക്ക് ഓരോന്നൊക്കെ ചെയ്തു തരും. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ 26-ാം തീയതി പ്രസവിച്ചു. 29-ാം തീയതി ഡോക്ടറിന്റെ 29-ാം തീയതി ഒന്നും ഡിസ്ചാർജ് കിട്ടുമൊന്നുമില്ലായിരുന്നു. ഞാൻ ഡോക്ടറെ എല്ലാ ദിവസവും രാവിലെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയും, ഡോക്ടറെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം എന്നെ സ്റ്റിച്ചൊക്കെ നോക്കി, സ്റ്റിച്ചൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അവന്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലല്ലോ ഡോക്ടറെ, എന്നാൽ ഡിസ്ചാർജ് തന്നേക്കുവാന്ന് ഞാൻ ചോദിച്ച് 29-ാം തീയതി ഡോക്ടർ ഡിസ്ചാർജ് തന്നു. 29-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞില്ലേ. ചില കുഞ്ഞുങ്ങളൊക്കെ രാത്രി പ്രസവിച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞാൽ രാത്രി കരച്ചിലായിരിക്കുമെന്ന് ഓരോരുത്തർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഇവനെ NICUവിൽ നിന്ന് അന്ന് രാത്രി തന്നെ ഞാൻ ഈ വൈകുന്നേരം പ്രസവിച്ചു, എന്നെ നേരെ വാർഡിൽ ബെഡിൽ കൊണ്ട് കിടത്തിയല്ലോ. അപ്പം ഇവനെ NICUവിൽ നിന്ന് അന്ന് രാത്രി തന്നെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് കിടത്തി. അപ്പം എൻ്റെ വിചാരം എല്ലാവരെയും പോലെ പിറ്റേ ദിവസമേ കൊച്ചിനെ കൊണ്ടുവരുള്ളൂ എന്നായിരുന്നു. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അവൻ അപ്പം തന്നെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ്. ഉറക്കമെന്ന് പറഞ്ഞാൽ കണ്ണുപോലും തുറക്കുന്നില്ല, പാലൊന്നും കുടിക്കുന്നേ ഇല്ല, ആൾക്ക് ഉറങ്ങിയാൽ മതി. ഒരു 26, 27, 28, 29 അത്രയും ദിവസം അവിടെ കിടന്നിട്ടും ഒരു കരച്ചിലുമില്ല, അനക്കം പോലും ഇല്ല. രാത്രി ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പാലൊക്കെ കുടിക്കാൻ തുടങ്ങി, പിന്നെ നല്ല ഉഷാറാകാൻ തുടങ്ങി. പക്ഷെ കരച്ചിലൊന്നുമില്ലായിരുന്നു. ഈ 29-ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ രാത്രി കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെ ആകാൻ തുടങ്ങി. ആശുപത്രി കിടന്നിട്ട് നല്ല മര്യാദരാമനായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡെലിവറി സ്റ്റോറി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു വലിയ ലോങ് വീഡിയോ ആയിട്ടുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് എൻ്റെ വാക്കുകൾ. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചേച്ചാ, ബൈ ബൈ, സീ യു.